ഇന്ന് പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഒന്ന് പുറത്തേക്ക് പോയാലോ? ഞങ്ങൾ ആദ്യം പോയത് ഒരു ഫേർണിച്ചർ ഷോപ്പിലോട്ടാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, അവിടെയാണ് ഈ ഫേർണിച്ചർ ഷോപ്പ്. നല്ല പ്രീമിയം വെറൈറ്റി ഫേർണിച്ചേഴ്സൊക്കെ ഇവിടെയുണ്ട്. നോക്കി നോക്കി കടയിലെ എല്ലാ സാധനവും എടുത്ത് വീട്ടിൽ കൊണ്ടുപോയാലോ എന്ന് വരെ തോന്നിപ്പോയി. ഈ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന വുഡൻ ചെയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്തോനേഷ്യൻ മെയ്ഡാണെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ചെയർ കാണുന്നത്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ട്രിവാൻഡ്രത്തെ ഫേമസ് പഴയിടം രുചിയിലാണ്. എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റാണ് സദ്യ, സ്പെഷ്യലി ട്രിവാൻഡ്രം സദ്യ. കുറേ കറികളും 3 കൂട്ടം പായസവും ബോളിയും, വായിൽ കപ്പലോടുക. ഈ ഉണ്ണിയപ്പവും പരിപ്പോടെയും അവരപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്ന പോലെ തോന്നി. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയായിരുന്നു. ഉള്ളത് പറയാലോ, ഒരു ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടാത്ത സാറ്റിസ്ഫാക്ഷനാണ് ഒരു സദ്യ കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. ഇലയിൽ കറികൾ വെക്കുന്നതിനും വിളമ്പുന്നതിനൊക്കെ ഒരു പ്രത്യേക രീതിയുണ്ട്. അത് സദ്യ കഴിച്ചവർക്കൊക്കെ അറിയാലോ. ആദ്യം പരിപ്പ് കറിയും പിന്നെ സാമ്പാറും. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ പായസം എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ. ആദ്യം അടപ്പായസം വിളമ്പി, പിന്നെ ഗോതമ്പ് പായസം വിളമ്പി. ഇനി വരാൻ പോകുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ സദ്യ, ബോളി വിത്ത് പായസം. ട്രിവാൻഡ്രംകാർക്ക് ഈ ബോളി ഇല്ലാണ്ട് ഒരു സദ്യയില്ല. ട്രിവാൻഡ്രം സദ്യ ഡിഫറെൻ്റായി നിൽക്കുന്നതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ കഴിച്ച ഇലയിൽ ഈ പായസമൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ആ ബോളിയുടെയും പായസത്തിൻ്റെ ആ രുചി നാക്കിൻ്റെ തുമ്പത്ത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ മനസ്സ് നിറഞ്ഞു, വയറ് നിറഞ്ഞു. പഴയുടെ സദ്യ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. പിന്നെ ഒരു ബിഗ് താങ്ക് യു പറയാനുള്ളത് ഈ സെക്യൂരിറ്റി ഗാർഡ് ചേച്ചിയോടാണ്. പഴയിടത്തിൽ തിരക്കാണ്, ഞങ്ങളുടെ കാർ അങ്ങ് ദൂരെയാണ് പാർക്ക് ചെയ്തിരുന്നത്. കാർ വരുന്നത് വരെ ഞങ്ങൾക്ക് കുടയൊക്കെ ചൂടി തന്ന് ഞങ്ങളെ കംഫർട്ടബിൾ ആക്കി അവിടെ നിർത്തി. സോ ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക് യു.